വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 118 സങ്കീർത്തനം 17 തിരുവാക്യം. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകന്റെ ഉറച്ച തീരുമാനമായിരുന്നിത്. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാനായി കഴിയുന്നത്. തീരുമാനങ്ങൾക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ തിരുമുൻപിൽ ഹൃദയം തുറന്ന് നമുക്ക് പറയാം, ഞങ്ങൾ കുടുംബമായി സുവിശേഷ വേല ചെയ്യും. എൻ്റെ മക്കളെ, എൻ്റെ തലമുറയെ, എൻ്റെ കഴിവുകളെ, എൻ്റെ സാധ്യതകളെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കും. ഈ ഒരു തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും ആയിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തീരുമാനം കർത്താവിനെ അറിയിക്കുക. കർത്താവായ ദൈവമേ, സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, ദൈവവേലയ്ക്കായി ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ ജ്ഞാനമേ, ഞങ്ങളെ നയിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ തീയായി ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യാനുള്ള ആത്മനിറവിനാൽ ആയിരങ്ങളെ കർത്താവ് നിറയ്ക്കുന്ന സമയം. സ്വർഗം നൽകുന്ന ഈ അഭിഷേകം സ്വീകരിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്കെല്ലാം ഈ അഭിഷേകം സ്വീകരിച്ച് കരമടിച്ച് ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുന്നു. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം പകരണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് പകരണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് പകരണമേ. വരങ്ങൾ 9 തരണേ പരിശുദ്ധാത്മാവേ. ദൈവരാജ്യം പടുത്തുയർത്താൻ ശക്തിയേകണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നീ പോലെ കത്തട്ടെ, കത്തട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വീണ്ടും ഒരു പെന്തക്കുസ്ത ഞങ്ങൾ കേൾക്കണേ. വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ. പവന റൂഹായ കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവേ, സഭയിലാകമാനം ഒരു പുതിയ പെന്തക്കുസ്ത ജന്മം ഞങ്ങൾ കേൾക്കണേ. പവന റൂഹായേ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഒരു പുത്തൻ അഭിഷേകത്തിനായി ആരാധിച്ചു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന.
കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, തലമുറകളെ സമർപ്പിച്ച് സുവിശേഷ വൽക്കരണത്തിന് തീ കത്തിപ്പടരുവാൻ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, സുവിശേഷത്തിന്റെ തീ ലോകം മുഴുവനിലും കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ, തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ, എല്ലാ സമർപ്പിത സമൂഹങ്ങളിലും വചനത്തിന്റെ പ്രവാഹം ഉണ്ടാകട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പാപശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടയുന്ന അന്ധകാര ശക്തികൾ, നാരകീയ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാരമാകട്ടെ. കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വൽക്കരണത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ ജ്വലിപ്പിക്കണമേ, തലമുറകളെ ഉണർത്തണമേ, യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ ഈ ശുശ്രൂഷ വഴി അങ്ങ് ഉലാത്തണമേ. കർത്താവേ, അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ. സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. വരിക, വരിക പരിശുദ്ധാത്മാവേ, ഇവാഞ്ചലൈസേഷനായി ഞങ്ങളെ ഉണർത്തുക, ഉണർത്തുക. പരിശുദ്ധ അമ്മേ, സുവിശേഷ വൽക്കരണ നക്ഷത്രമായ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ ദർശനമുള്ളവരാകുക. ദൈവത്തിൻ്റെ ജനം സുവിശേഷ ദർശനമുള്ളവരാകുക. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. സുവിശേഷ വൽക്കരണത്തോട് ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് എന്തായിരിക്കണം. അതിലൊന്നാമതായി നമ്മൾ കണ്ടു, സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. പൗലോസ് പറയുകയാണ്, ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഇതെന്തുമാത്രം ഉന്നതമായ തിരിച്ചറിവാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമ്മൾ കാണുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് പ്രവാചക ശബ്ദത്തോടെ സഭാമക്കളോട് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനായി കഴിയുന്നത്. മറ്റൊന്നിനും ഈ ലോകത്തിനി രക്ഷിക്കുവാൻ സാധ്യമല്ല. സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബെനഡിക്ട് പാപ്പയുടെ വാക്കുകൾ എന്തുമാത്രം അർത്ഥവത്താണ്. മറ്റെന്തിനേക്കാളും ഉപരി ഇന്ന് ഈ ലോകം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തിന് വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 9-ാം അധ്യായം 23-ാം തിരുവചനം, സുവിശേഷത്തിൽ ഭാഗമാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ്
നമ്മോട് സംസാരിക്കുന്നത്. പൗലോസ്ലീഹ സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുകയാണ്. താൻ പറഞ്ഞതും താൻ ചെയ്തതും താൻ അധ്വാനിച്ചതെല്ലാം സുവിശേഷത്തിൽ പങ്കാളിയാകുവാനായിരുന്നു. കാരണം സുവിശേഷവൽക്കരണത്തിന്റെ അർജൻസി പൗലോസ്ലീഹയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സുവിശേഷവൽക്കരണത്തോട് ദൈവജനത്തിനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ മനോഭാവം ഈ വചനത്തിൽ കാണുവാൻ കഴിയും. പൗലോസ്ലീഹ വിശ്വാസികളോട് പറയാ, റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പറയുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്തൊരു വചനമാണിത്! അപ്പോസ്തലനായ പൗലോസ് വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയാ, നിങ്ങളെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, പൗലോസിന്റെ ആഗ്രഹം എന്തിനോടായിരുന്നു? അനേകർ സുവിശേഷം കേട്ട് നിത്യരക്ഷ പ്രാപിക്കുവാൻ. നമ്മുടെ ആഗ്രഹം ഇന്ന് എന്തിനോടാണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും മാറി മാറി ആത്മീയ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടണം. നമ്മുടെ നിയോഗങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. പലപ്പോഴും ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പൗലോസിനോട് ചോദിക്കേ, പൗലോസേ, അങ്ങയുടെ ആഗ്രഹം എന്തിനോടാണ്? പൗലോസ് പറയും, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുവാനാണ്. ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾ ഈ ഒരു ദർശനത്തിൽ വളരണം. എങ്കിൽ മാത്രമാണ് ഇവാഞ്ചലൈസേഷൻ സംഭവിക്കുകയുള്ളൂ. ഇന്ന് വേണ്ട വിധം സുവിശേഷ വേല ഫലപ്രദമാകാത്തതിന്റെ ഒരു അടിസ്ഥാന കാരണം നമ്മുടെ നിസ്സംഗതയാണ്. ഇവിടെ പൗലോസ് പറയാ, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ വിധം സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ചത്? ഇത് അറിയണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങളിലോട്ട് വരണം. പൗലോസിലേക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, കർത്താവിന്റെ നീതിവിധിയിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല. ആർക്കും ഒഴികഴിവില്ല. ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നാം എല്ലാവരും നിൽക്കേണ്ടി വരുമെന്നുള്ള ഉത്തമമായ ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് ലോകത്തിന് മിസ്സായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കർത്താവിന്റെ നീതിവിധിയെ കുറിച്ചാണ്. അനേകർക്ക് ഇതൊരു തമാശയാണ്. നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ, നീതിവിധിയെ കുറിച്ച് പറയുമ്പോൾ അത് ചുമ്മാ മുത്തശ്ശി കഥ പോലെ പലരും എഴുതിത്തള്ളുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതൊരു നിത്യ സത്യമാണ്. ഹെബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്ന 2 നിയമനങ്ങളാണ്. ഒന്ന് മരണം, അതിനുശേഷം വിധി. ഈ നിയമനങ്ങൾ ഒരു കോടതിക്കും ഒരു സയൻസിനും മാറ്റുവാൻ സാധിക്കുകയില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ തിരിച്ചറിവ് പൗലോസിനുണ്ടായിരുന്നു. നാം ഓരോരുത്തരും ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ഇതിൽ നിന്ന് ആർക്കും ഒരു ഒഴികഴിവില്ല. 11-ാമത്തെ വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പറയാ, ഈ ഭയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാ പൗലോസ് അനേകര് സുവിശേഷം അറിയുവാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചത്? ഈ ഒരു കാഴ്ചപ്പാടാണ്. നീതിവിധിയിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല.
നമുക്കൊരു വിധി ദിവസമുണ്ട്, നമുക്കൊരു വിധി കർത്താവുണ്ട്. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അതിനാൽ പൗലോസ് അനേകരോട് സുവിശേഷം പറഞ്ഞ് അവരെ നിത്യരക്ഷയിലേക്ക് നയിച്ചു. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു കൺവിക്ഷൻ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് കത്തിയാൽ നമ്മുടെ നിസ്സംഗത നിഷ്ക്രിയത്വമൊക്കെ വിട്ടുമാറി നമ്മൾ വചനത്തിന്റെ തീപ്പന്തങ്ങളായി മാറും. യൂദാസ് ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന മിഷൻ ഇതാണ്. നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നിത്യതയ്ക്കായി നേടുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. നമ്മുടെ മകനോ മകളോ അഗ്നിയിൽ അകപ്പെട്ടാൽ കയ്യും കെട്ടി നമ്മൾ നോക്കി നിൽക്കൂ. അവരെ രക്ഷിക്കുവാൻ, അഗ്നിയിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ നമ്മളാവുന്നതെല്ലാം ചെയ്യും. അതിനുവേണ്ടി എന്ത് എഫർട്ടും എടുക്കാൻ നമ്മൾ തയ്യാറാ. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്ന 10,000 ഓരോ ദിവസവും ഉണ്ട്. അവരെ കർത്താവിനായി നേടുവാൻ എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ കഴിവുകളെ, സാധ്യതകളെ, അവസരങ്ങളെ നാം കർത്താവിനായി സമർപ്പിക്കുന്നില്ല? ഈ ഒരു തിരിച്ചറിവാണ് പൗലോസിനെ സുവിശേഷത്തിന്റെ തീയാക്കി മാറ്റിയത്. സുവിശേഷവൽക്കരണത്തോട് ദൈവജനത്തിനുണ്ടായിരിക്കേണ്ട 3-ാമത്തെ മനോഭാവം. പൗലോസിലെ റോമക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനം, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏതൊരുവിനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാരാ പറയുന്നത്? വെറും ഒരു വഴിപോക്കനല്ല. സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ പൗലോസ് ആത്മനിറവോടെ വിളിച്ചു പറയാ, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാ പൗലോസിന് ലജ്ജയില്ലാഞ്ഞത്? സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണെന്ന് പൗലോസ് അറിയാമായിരുന്നു. എന്റെ സഹോദര സഹോദരി, നാം മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാൻ, അവർക്ക് വചനം കൊടുക്കാൻ, സുവിശേഷ സത്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാൻ നമുക്കിന്ന് മടിയാണ്, നമുക്കിന്ന് നാണമാണ്. അവരെന്ത് വിചാരിക്കും? സുവിശേഷം പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും? നമ്മൾ അവരെയും ഇവരെയും നോക്കി നമ്മുടെ സാധ്യതകളെ നഷ്ടപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണെന്ന് നമുക്കിനിയും ബോധ്യപ്പെട്ടിട്ടില്ല. ആരൊക്കെ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണെന്ന് ബോധ്യപ്പെടുന്നുവോ അവർ അഭിമാനത്തോടെ, ആനന്ദത്തോടെ ക്രിസ്തുവിന്റെ വചനം അനേകരറിയിക്കും. നമ്മളായിരിക്കുന്ന ജീവിതത്തിന് വിവിധ മണ്ഡലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ബിസിനസ് വ്യാപാരങ്ങളിൽ, നമ്മൾ എവിടെയായിരുന്നാലും അവിടെ നാം കർത്താവിനെ ഉയർത്തുന്നവരാകും. ഇത് സംഭവിക്കണമെങ്കിൽ സുവിശേഷത്തിന്റെ ശക്തി നമ്മൾ അറിയണം. കർത്താവിന്റെ വചനത്തിന് ആറ്റം ബോംബിനേക്കാൾ പവറാ. ആറ്റം ബോംബിനെ നശിപ്പിക്കാനേ പറ്റുകയുള്ളൂ. എന്നാൽ സുവിശേഷത്തിനെ നശിപ്പിക്കുവാനും അതുപോലെ പടുത്തുയർത്തുവാനും കഴിയും. ഈ ദൈവശക്തിയാണ് കഠിന പാപികളെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഈ ദൈവശക്തിയാണ് മാറാ രോഗികളെ സൗഖ്യമാക്കുന്നത്. ഈ ദൈവശക്തിയാണ് തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. ഈ ദൈവശക്തിയാണ് ദേശദേശാന്തരങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഈ ദൈവശക്തിയാണ് നരഭോജികളായിരുന്നവരെ മനുഷ്യസ്നേഹികളാക്കി മാറ്റിയത്. യെസ്, the gospel of Christ is the power of God. അത് തമാശ കഥയല്ല, അത് വെറും വാക്കുകളല്ല, ഇത് മുഴുവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് പ്രകാശിച്ചാൽ 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 സുവിശേഷം നമുക്ക് ആനന്ദമാകും, സുവിശേഷം നമുക്ക് അഭിമാനമാകും. ഈ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാകും. ഇന്ന് ചിലരെങ്കിലും സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല,
ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവര് മന്ദബുദ്ധികളായതുകൊണ്ടല്ല, ഇതിന്റെ പവർ അവർക്ക് പിടികിട്ടി. അതുകൊണ്ട് അവരെ പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റായ ചില കാഴ്ചപ്പാടുകൾ, നമ്മുടെ നിസ്സംഗതകൾ, നമ്മുടെ നിഷ്ക്രിയത്വങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നമ്മുടെ വ്യഗ്രതകൾ വിട്ടുകളഞ്ഞ് കർത്താവിന്റെ ആവശ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്ക് സുവിശേഷ വേല ചെയ്യാം. ഈ ഒരു തീരുമാനം കർത്താവിന്റെ മുമ്പിൽ എടുക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? യെസ് ലോർഡ്. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പ്രയോജനപ്പെടുത്തും. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകണം. ഇക്കഡോർ എന്ന സ്ഥലത്ത് ഔക്ക എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാരുണ്ട്. അവര് നരഭോജികളാണ്. ഈ നരഭോജികളിടയിൽ കർത്താവിന്റെ സുവിശേഷവുമായി ജിം ഏലിയാട്ടും അദ്ദേഹത്തിന്റെ ടീമും കടന്നു വരികയാണ്. അവർ അവരോട് സ്നേഹത്തിന്റെ സുവിശേഷം അറിയിച്ചു. ഈ സുവിശേഷത്തിന് വേണ്ടി അവർ രക്തസാക്ഷികളായി. അവർ വചനത്തിന്റെ വിത്ത് അവിടെ വിതയ്ക്കുകയാണ്. അതിനുശേഷം മറ്റൊരു മിഷണറി സംഘം അവിടേക്ക് കടന്നു വന്നു. അവർ കർത്താവിന്റെ വചനം അവരറിയിച്ചു. നരഭോജികളായിരുന്ന, പരസ്പരം മല്ലടിച്ചും പോരുകുത്തിയും ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ആ ഗോത്രവർഗം സ്നേഹത്തിന്റെ സമൂഹമായിട്ട് മാറി. അവർ സ്നേഹത്തിന്റെ ജീവിതങ്ങളായിട്ട് മാറി. നരഭോജികൾ മനുഷ്യ സ്നേഹികളായി. ഈ രൂപാന്തരീകരണം അവർക്ക് എങ്ങനെയാ സംഭവിച്ചത്? അവർ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ. ഈ കാലഘട്ടത്തിലും എന്തുമാത്രം ജീവിതങ്ങളെയാണ് സുവിശേഷം സ്വാധീനിക്കുന്നത്. നമുക്കിതിനുള്ള ബന്ധത്തിൽ 100 അനുഭവങ്ങൾ പറയാനില്ലേ? കർത്താവിന്റെ വചനം കേട്ട് മദ്യപാനം നിർത്തിയവരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അത്ഭുതകരമായി രോഗശാന്തികൾ ലഭിച്ചവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ സുവിശേഷം കേട്ടപ്പോൾ നിരാശ മാറി വലിയ ആനന്ദം ലഭിച്ചവരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സുവിശേഷം കേട്ടപ്പോൾ തകർന്നുപോയ കുടുംബ ജീവിതം ദൈവം പുനഃസ്ഥാപിച്ച അനേകം കുടുംബങ്ങള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുവിശേഷം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നുവെങ്കിൽ ഇതേ അനുഗ്രഹങ്ങൾ അനേകർക്ക് ലഭിക്കണ്ടേ? പ്ലീസ്, നീ ഒന്ന് സ്റ്റെപ്പ് ചെയ്യേ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഒന്ന് മുന്നോട്ട് വാ. നമുക്ക് വേണ്ടി 100 സ്റ്റെപ്പുകൾ കർത്താവ് വയ്ക്കും. ഇതിനേക്കാൾ പ്രഷ്യസ് ആയ ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനില്ല. അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. പ്ലീസ്, എല്ലാവരും മുട്ടുകുത്തുക. മാതാപിതാക്കളായിട്ടുള്ളവരെ, ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ മക്കളുടെ ശിരസിൽ ഈ സമയം കൈകൾ വയ്ക്കുക. ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങൾ കൈകൾ കോർത്ത് പിടിക്കുക. നിങ്ങൾ കുടുംബത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ മുട്ടുകുത്തുക. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ തീ കത്തണം. ഇവാഞ്ചലൈസേഷൻ അതായിരിക്കണം നിങ്ങളുടെ മുഖ്യ ശുശ്രൂഷ. അതിനു വേണ്ടിയ ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത്. മുട്ടുകുത്തി എല്ലാവരും ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞു പാടി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വൽക്കരണത്തിന് ആത്മാവായി നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവ് കത്തിപ്പടരുന്ന സമയം, ആദിമ സഭയിൽ വെളിപ്പെട്ട അതേ ശക്തി, സെയിം പവർ, സെയിം അനോയിന്റിംഗ് ആയിരങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയമാണ്. സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യെസ് യെസ് ലോർഡ്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കത്തിപ്പടരുക. സകല കെട്ടുകളെയും പൊട്ടിക്കണമേ. സുവിശേഷത്തിന്റെ തീ സഭയിലും ലോകത്തിലും പടരട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ അനോയിന്റ് ചെയ്യണമേ. കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുനാമം വിളിച്ചൊരു നിമിഷം
സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമർപ്പണം നടത്തിയ ആയിരങ്ങളുടെ മേൽ കരങ്ങൾ നീട്ടണമേ. സുവിശേഷ വേലയ്ക്കായി കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സമർപ്പിത സമൂഹങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വാഴ്ക്കണത്തിന് ആത്മാവായി പരിശുദ്ധാത്മാവേ കത്തിപ്പടരുക. ദേശാന്തരങ്ങളെ, ജനപദങ്ങളെ, ലോകരാജ്യങ്ങളെ, പഞ്ചഭൂഖണ്ഡങ്ങളെ കർത്താവിനായി നേടുവാനുള്ള ആത്മനിറവിനാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം മുഴുവൻ സുവിശേഷത്തിന്റെ പുരോഗതി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇവാഞ്ചലൈസേഷന് കാരണമാകണം. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഞങ്ങൾക്ക് വിലപ്പെട്ടത് ആത്മാക്കളുടെ രക്ഷയാണ്. കർത്താവേ, കരം വെച്ച് അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. അങ്ങ് പകർന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകിയ സാന്നിധ്യത്തിനായി, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഈ ദൂതകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. കർത്താവ് നൽകിയ ഈ അഭിഷേകം സ്വീകരിച്ച് സുവിശേഷത്തിന്റെ തീപ്പന്തങ്ങളായി, അന്ത്യകാല പ്രേക്ഷിതരായി, കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ സഭയെ നമുക്കൊരുക്കാം. അതിനുള്ള ദൗത്യമാണ് ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു സുവിശേഷ ദർശനമുള്ളവരാകുക. ഇതൊരു സമർപ്പണത്തിന്റെ സമയമാണ്. കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എത്രയോ ഉന്നതമാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുവിശേഷത്തിന്റെ പുരോഗതിക്കായി സമർപ്പിക്കുക. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ സമർപ്പണത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിപ്പെടുവാൻ വേണ്ടി നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ തീ കത്തുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സമർപ്പണത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കണമേ. നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഇരുകരങ്ങളും ഉയർത്തി സുവിശേഷ വേലയ്ക്കായി 10,000 ഉണർത്തപ്പെടുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയെ ഉണർത്തണമേ. ലോകം മുഴുവനിലുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ. സുവിശേഷത്തിന്റെ തീ എല്ലാ ജനതകളിലും കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ഈ അഭിഷേകം, കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹം, ദൈവരാജ്യ ദർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, സുവിശേഷ ദർശനങ്ങൾ തന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്തതിനായി, ഞങ്ങളെ കുടുംബങ്ങളെ ആശീർവദിച്ചതിനായി നന്ദിയോടെ 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 സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷയിൽ വളരുക. ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.
മഹത്വമേ മഹത്വമേ